നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീനയ്ക്കെതിരെ ഫിഫ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒഫീഷ്യലായിട്ട് ഇപ്പോൾ അത് ഇന്നലെ പ്രഖ്യാപിച്ചു. 4 താരങ്ങളുടെ പെരുമാറ്റം അതുപോലെ തന്നെ മറ്റു ചില കാര്യങ്ങളൊക്കെ ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ കീഴിൽ വരുന്നു. ഇപ്പോൾ ESPN ഈ വാർത്ത കൊടുക്കുന്നുണ്ട്, നമ്മൾ വിശദമായിട്ട് നോക്കുകയാണ്. ഫിഫ ഓപ്പൺ ദ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് അഗെയിൻസ്റ്റ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഓൺ വെനസ്ഡേ, ദാറ്റ് ഈസ് 29th July, for incidents involving Argentinians during the 2026 വേൾഡ് കപ്പ്. 2026 വേൾഡ് കപ്പിൽ അർജന്റീനക്കാർ ഉൾപ്പെട്ടിട്ടുള്ള ഇൻസിഡൻസിൻ്റെ പേരിൽ ഇതാ ഫിഫ അർജന്റീനയ്ക്കെതിരെ AFAക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് പ്രധാനമായിട്ടും പോസിബിൾ ഇൻഫ്രാക്ഷൻസ് റിലേറ്റഡ് ടു ഡിസ്ക്രിമിനേറ്ററി ചാൻസ് ആൻഡ് ജസ്റ്റേഴ്സ്. അത് പല വലിയ ആരോപണങ്ങളായിട്ട് ഇത് വന്നിട്ടുണ്ടായിരുന്നു. മോശമായിട്ടുള്ള ചാൻറ്റുകളും ജസ്റ്റേഴ്സും ഒക്കെ അർജൻറ്റീന ആരാധകരിൽ നിന്നും മറ്റുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അതുപോലെ തന്നെ കളിയുടെ തുടക്കത്തിലുള്ള ഡിലേ, കളി തുടങ്ങാൻ വൈകിപ്പിക്കുക, അതുപോലെ തന്നെ സ്പെക്ടേറ്റേഴ്സ്, അർജൻറ്റീനക്കാരായിട്ടുള്ള ആരാധകർ ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റുകൾ, പിന്നെ ഗെയിമിൻ്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ പാലിക്കാതിരിക്കുക, സേഫ്റ്റി ആൻഡ് ഗെയിം ഓർഗനൈസേഷൻ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, ഇതിലൊക്കെയാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ AFA അക്കൗണ്ടബിളായിട്ടുള്ള മറ്റ് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ഒരു ബാനർ ഫോക്ലാൻഡ് അർജൻറ്റീനയുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിന് ശേഷം ബാനർ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അത് ഒരു നോൺ സ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു വിഷയം സ്പോർട്സിലേക്ക് കൊണ്ടുവന്നു, രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയം കൊണ്ടുവന്നു എന്നുള്ളത് ഫിഫ റൂൾ അനുസരിച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. സോ ആ വിഷയവും അന്വേഷണത്തിൻ്റെ പരിധിയിലുണ്ട്. അതോടൊപ്പം തന്നെ ഫിഫ ഓൾസോ കൺസിഡറിങ് പണിഷ്മെൻറ്റ് ഫോർ 2 അർജൻറ്റീൻ പ്ലെയേഴ്സ് ഹു സ്റ്റാർട്ടഡ് ഫൈറ്റ് ആഫ്റ്റർ സ്പെയിൻസ് വിക്ടറി. സ്പെയിൻ്റെ വിജയത്തിന് ശേഷം അടിയുണ്ടാക്കിയ 2 അർജൻറ്റീന താരങ്ങൾക്കെതിരെ പണിഷ്മെൻറ്റ് പരിഗണിക്കുന്നുണ്ട്. അത് ഒന്ന് ഫുൾ ബാക്ക് നാഹുൽ മൊളിനയും മറ്റൊന്ന് മിഡ്ഫീൽഡർ ലിയാൻഡ്രോ പരേഡസുമാണ്. സ്പെയിൻ്റെ ഭാഗത്തു നിന്ന് ഗാവിക്കെതിരെയും ശിക്ഷാ നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ESPN റിപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ മൊളിനയുടെ കാര്യത്തിൽ അൺസ്പോർട്സ്മാൻ ലൈക്ക് കണ്ടക്റ്റ്, ഒരു സ്പോർട്സ്മാൻഷിപ്പ് ഇല്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിനും ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. കൂടാതെ മിഡ്ഫീൽഡർ തിയാഗോ അൽമെയ്ഡയും ആ വിഷയത്തിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. പിന്നെ അസിസ്റ്റൻ്റ് കോച്ച് റോബർട്ടോ അയാള, അടിയുണ്ടാക്കിയ അയാള, ഒൽമോയെ അടിച്ച അയാൾക്കെതിരെയും നടപടി വന്നേക്കും. അതിനുള്ള കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ESPN റിപ്പോർട്ട്. ചുരുക്കത്തിൽ ഫിഫ ഇതാ അർജൻറ്റീനയ്ക്കെതിരെ ഔദ്യോഗികമായിട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.